ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. മതപരിവർത്തനം ആരോപിച്ച് രാജ്യത്ത് വീണ്ടും അതിക്രമം. ഒഡീഷയിലെ ജലേശ്വറിൽ കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെയാണ് അതിക്രമം ഉണ്ടായത്. മതപരിവർത്തനം ആരോപിച്ച് 2 വൈദികരെയും കന്യാസ്ത്രീകളെയും ബജ്രംഗ് ദൾ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു എന്നാണ് പരാതി. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അജീഷ്, അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇതിൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരിപ്പോൾ എവിടെയാണ്? സുരക്ഷിതരാണോ? ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ അവിടെ കേസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? അവിടെ നിന്നുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ അജീഷ്? വിജയകുമാർ, ഇത് ഈ സംഭവം നടക്കുന്നത് ഇന്നലെയാണ്. ഇന്നലെ വൈകിട്ടാണ് ഈ 5 അംഗ സംഘം, അതിൽ 2 മലയാളി വൈദികരുണ്ട്, 2 കന്യാസ്ത്രീകളുണ്ട്, ഒരു മതാധ്യാപകനുണ്ട്. ഇവർ 5 പേരും കൂടി ചേർന്ന ഈ ബാലസോർ അതിരൂപതയ്ക്ക് കീഴിലെ ജലേശ്വർ എന്ന സ്ഥലത്ത്, അവിടെ ഗാന്ധിനഗർ മിഷൻ സ്റ്റേഷൻ, അവിടെ അവരുടെ ഇതാപ്പോൾ KC വേണുഗോപാൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. അതിലേക്ക് ഒഡീഷയിലേക്ക് നേരത്തെ അനുഭവം ഞാൻ പറഞ്ഞത്, അവർ ഈ കാര്യത്തിൽ വളരെ ലാഘവ ബുദ്ധിയോടെ എന്തും ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ഇവർക്ക് നിർത്താമായിരുന്നു. കേന്ദ്ര സർക്കാരിന് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് നിർത്താമല്ലോ, ശക്തമായ നടപടി സ്വീകരിച്ച്. അവർ പരോക്ഷമായിട്ട് ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ്. കേരളത്തിൽ വന്നവർ തിരിച്ചു വാദം പറയും. പക്ഷേ സഭകൾ ഇതിന്റെ ഗൗരവം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. കേക്ക് മുറിക്കാൻ വേണ്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ ലക്ഷ്യം വളരെ ഗൂഢപദ്ധതിയാണ്. ഇതിന് എല്ലാവരും കൂട്ടായിട്ട്, അതിപ്പം ക്രൈസ്തവ സഭകളെ മാത്രമല്ല, അവർ മുസ്ലിംസിനേക്കും അവർ പട്ടികജാതിക്കാരെ പിടിക്കും. അവർക്ക് ഇഷ്ടമില്ലാത്തവർ ആരൊക്കെയുണ്ടോ അവരൊക്കെ ബ്രാൻഡ് ചെയ്ത് ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഉന്മൂലന സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള കൂട്ടായിട്ടുള്ള പോരാട്ടമാണ്. ഒരു കാരണവശാലും ഇതിനെ അനുവദിക്കാൻ പറ്റില്ല. ഞങ്ങൾ ശക്തമായിട്ട് ഇതിന്റെ കൂടെ ഉണ്ടാവും. ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനം ഉണ്ടല്ലോ, അപ്പം കൂടുതൽ സമര പരിപാടികൾ ഇന്ത്യ സഖ്യം പ്ലാൻ ചെയ്തു. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇന്നത്തെ യോഗത്തിൽ പറഞ്ഞല്ലോ, നാളെ ഞങ്ങൾ എല്ലാവരും ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂർ കണ്ട ഏറ്റവും വലിയ മാർച്ചുകളിൽ ഒന്നായിരിക്കും നാളെ നടക്കാൻ വേണ്ടി പോകുന്നത്, ഇലക്ഷൻ കമ്മീഷന് മുമ്പിലേക്ക്. അത് കഴിഞ്ഞ് 11-ാം തീയതി ഇന്ത്യ അലയൻസിലെ എല്ലാ MP-മാരും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തുക. ഈ വിഷയത്തിൽ KC വേണുഗോപാൽ പ്രതികരിക്കുകയായിരുന്നു ഡൽഹിയിൽ. അതിനുശേഷം നേരത്തെ രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ അതിലെ ചോദ്യങ്ങളോടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ഇപ്പോൾ അജീഷ് ജയകുമാർ ഡൽഹിയിൽ തുടരുകയാണ്. അജീഷ്, ഇതിൽ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ അതിനെപ്പറ്റിയാണ് അജീഷ് പറഞ്ഞു തുടങ്ങിയത്. അജീഷിന് തുടരാം. വിജയകുമാർ, സംഭവം നടക്കുന്നത് ഇന്നലെ വൈകിട്ടാണ്. ഒരു ക്രിസ്ത്യൻ വിശ്വാസിയുടെ കുടുംബത്തിന്റെ ക്ഷണപ്രകാരമാണ് ഈ 5 അംഗ സംഘം അങ്ങോട്ടേക്ക് പോയത്. ഇതിൽ മലയാളികളായിട്ടുള്ള 2 വൈദികരും ഉണ്ടായിരുന്നു. ഫാദർ ലിജോ നിരപ്പേൽ, ഒപ്പം തന്നെ ഫാദർ വി ജോജോ, ഇങ്ങനെ 2 പേരുണ്ടായിരുന്നു. ഇവർ 2 പേരും ബാലസോർ അതിരൂപതയ്ക്ക് കീഴിലെ പള്ളികളിലെ വികാരിമാരാണ്. കൂടാതെ 2 കന്യാസ്ത്രീകളും അതിലൊരു മതാധ്യാപികനുണ്ടായിരുന്നു. ഇവർ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആ വീട്ടിൽ ചെന്നു, അവിടുത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. അതിനുശേഷം വൈകിട്ട് പ്രാതലിന് ശേഷം ഏതാണ്ട് 9 മണിയോടെയാണ് ആ ഗ്രാമത്തിൽ നിന്ന് പോയത്. ഏതാണ്ട് 500 മീറ്റർ കടന്നപ്പോൾ തന്നെ അവിടെ ഒരു ഇടവഴിയിൽ വെച്ച് ഏതാണ്ട് 70 പേരടങ്ങുന്ന ബജ്രംഗ് ദൾ സംഘം അവരെ തടയുകയും ആദ്യം ആക്രമിച്ചത് ഈ മതാധ്യാപകനായിരുന്നു. മതാധ്യാപകനെ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു. ബൈക്ക് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഈ ബൈക്ക് നശിപ്പിക്കുകയും ചെയ്തു. കൂടാതെ ഈ കാറിൽ സഞ്ചരിച്ചിരുന്ന ഈ വൈദികരെയും, മലയാളി വൈദികർ ഉൾപ്പെടെയും ഈ ബജ്രംഗ് ദൾ സംഘം അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു. ഇവരുടെ മൊബൈൽ ഫോണും പിടിച്ചു വാങ്ങുകയും ചെയ്തു. കൂടാതെ തന്നെ ഇവരെ അസഭ്യവർഷം, പ്രധാനമായും ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ പറഞ്ഞത് ഈ മതപരിവർത്തനം നടത്താൻ വേണ്ടിയാണ് ഇവർ ഈ ഗ്രാമത്തിലെത്തിയത്. മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത് BJD സർക്കാരല്ല, BJP സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ആരെയും ക്രിസ്ത്യൻ വിശ്വാസികളാക്കാൻ സമ്മതിക്കില്ല, അമേരിക്കക്കാരാക്കാൻ സമ്മതിക്കില്ല തുടങ്ങിയ പദപ്രയോഗങ്ങളായിരുന്നു അവർ നടത്തിയത്. അതിനുശേഷം ഏതാണ്ട് 45 മിനിറ്റ് കഴിഞ്ഞാണ് പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തുന്നത്. 3 പോലീസുകാരുണ്ടായിരുന്നു. അതിൽ ഒരു വനിതാ കോൺസ്റ്റബിളും 2 പുരുഷ കോൺസ്റ്റബിളുമാരായിരുന്നു. ഇവരുടെ സാന്നിധ്യത്തിലും പക്ഷേ ഈ അതിക്രമം തുടർന്നു. പിന്നീട് ഇവരെ ഈ കസ്റ്റഡിയിലെടുത്ത് മാറ്റുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് മാറ്റിയത് ഈ വൈദികരെ. അവിടുന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയപ്പോഴേക്കും ഈ പോലീസുകാരോട് ഈ മൊബൈൽ ഫോൺ ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ കൊണ്ടുപോയെന്ന് പറഞ്ഞു. പക്ഷേ ബജ്രംഗ് ദൾ പ്രവർത്തകർ ഇത് സമ്മതിച്ചില്ല. തങ്ങൾ എടുത്തുവെന്നും പറഞ്ഞില്ല. പക്ഷേ എന്നാൽ മൊബൈൽ ഫോൺ കാണാനുമില്ല. അതിനുശേഷം പോലീസ് ഇവരെ രാത്രിയോടെ വിട്ടയക്കുകയായിരുന്നു. പോലീസ് ഇതുവരെയ്ക്കും FIR ഇട്ടില്ല. നമ്മൾ ഈ ബാലസോർ അതിരൂപതയായി ബന്ധപ്പെട്ടിരുന്നു. അവർ ഇപ്പോൾ പറയുന്നത് നിലവിൽ ഈ വൈദികർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടില്ല. ഛത്തീസ്ഗഡിൽ സമാനമായിട്ടായിരുന്നു സംഭവം നടന്നത്. പക്ഷേ ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ കേസ് കൊടുക്കുന്ന കാര്യം ഇപ്പോൾ അവർ ആലോചിച്ച് വരികയാണ്. ഇപ്പോൾ CBC ആസ്ഥാനവുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അവർ നാളെ ഇത് സംബന്ധിച്ചൊരു വാർത്താക്കുറിപ്പ് ഇറക്കുകയോ അല്ലെങ്കിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുകയോ ചെയ്യാം എന്ന് അറിയിച്ചിട്ടുണ്ട്. അജീഷ്, ഇതിൽ ഈ CBCയുടെ ഒക്കെ പ്രതികരണം അല്ലെങ്കിൽ വിശദമായ വാർത്താ സമ്മേളനത്തിൽ മാത്രമേ
കാത്തലിക് ബിഷപ്പ് കൗൺസിലിൻ്റെയൊക്കെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് തോന്നുന്നത് അല്ലേ? ഇപ്പോൾ നമ്മൾ പലരെയും ഇതിൽ പ്രതികരണത്തിനായി വിളിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ആരെയും കിട്ടിയിട്ടില്ല. ഇപ്പോൾ അവിടെ ഈ ഈ ഈ ബജരംഗദൾ പ്രവർത്തകർ കയ്യേറ്റം ചെയ്ത ആ സംഘത്തിലുള്ള വൈദികരും കന്യാസ്ത്രീകളും ഉൾപ്പെടെയുള്ളവരെ നമ്മൾ തുടർച്ചയായി ടെലിഫോണിൽ ട്രൈ ചെയ്യുന്നുണ്ട്. ആരുടെയും പ്രതികരണങ്ങൾ കിട്ടുന്നില്ല. അവരൊക്കെ പല പല മീറ്റിങ്ങുകളിലൊക്കെയാണ്. എത്രത്തോളം ഗൗരവത്തിൽ സഭ CBCI ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്, അതിൻ്റെ വിവരങ്ങൾ വരുന്നുണ്ടോ? കാരണം ഇത് ഇന്നലെ രാത്രി നടന്നതാണ്. ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞാണ് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് തന്നെ വരുന്നത്. എന്തുകൊണ്ടാണ് അത്രയും ഒരു കാലതാമസമൊക്കെ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടും സംഭവിക്കുന്നത് അജീഷ്? വിജയകുമാർ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ രാത്രി 9 മണിക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് തന്നെ. ഇതൊരു ഉൾഗ്രാമമാണ്. കൂടാതെ ഇവർ രാത്രി പോലീസ് സ്റ്റേഷനിലെത്തി അവരെ പറഞ്ഞു വിട്ടപ്പോൾ തന്നെ അർദ്ധരാത്രിയായി കഴിഞ്ഞു. പിന്നീട് ഇന്ന് രാവിലെയാണ് ഈ സഭയും ഈ കാര്യങ്ങളൊക്കെ ഈ വാർത്ത പുറത്ത് വിടുന്നത് പോലും. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളിൽ ഒരു വലിയ ചർച്ചയാവാതെ പോയത്. പിന്നീട് ഈ സംഭവം പുറത്ത് വന്നതിന് പിന്നാലെ എല്ലാവരും ഇടപെടുന്നുണ്ട്. ഇപ്പോൾ KC വേണുഗോപാലിന്റെ അടക്കം പ്രതികരണങ്ങൾ നമ്മൾ ഇതിൽ കണ്ടതാണ്. ഛത്തീസ്ഗഡിലുണ്ടായ സമാനമായ സംഭവം, അതിനേക്കാൾ ഭയാനകമായ സംഭവം എന്ന് വേണം നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. നമ്മൾ ഈ 2 വൈദികരുടെയും ആരോഗ്യനിലയെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. അവർ രണ്ടുപേരും സുരക്ഷിതരായിരിക്കുന്നു, ആരോഗ്യനില കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ബാലസോർ അതിരൂപതയുടെ സെക്രട്ടറി നമ്മളോട് പറഞ്ഞത്. അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. മാത്രമല്ല, ഇവർ കേസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടിയാലോചനകൾ നടത്തി വരികയാണ്. കാരണം ഈ ബജരംഗദളിനെതിരെ അവിടെ കേസ് കൊടുത്താൽ ഇവർക്ക് തുടർ ഭീഷണി ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം അവർക്ക് ഉണ്ട്. നിലവിലെ അത്തരത്തിലുള്ളൊരു കേസ്, ഒരു പരാതി പോലീസിൽ ഇതുവരെയ്ക്കും കൊടുത്തിട്ടില്ല. സ്വാഭാവികമായിട്ടും പോലീസിന് സ്വമേധയാ എടുക്കാവുന്ന കേസാണ്. പക്ഷേ ഇതിലൊരു റിട്ടേൺ കംപ്ലൈന്റ് ഇതുവരെയ്ക്കും കൊടുത്തിട്ടില്ല. കൊടുക്കാനുള്ള ആലോചനയിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CBCയും അത്തരത്തിലുള്ള ഒരു കാര്യമാണ് മറുപടിയായിട്ട് നമ്മളോട് പറയുന്നത്. നാളെ ഇത് സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ നടന്ന സംഭവത്തെക്കുറിച്ച് അവർ വിശദമായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഈ പരിക്കേറ്റ അല്ലെങ്കിൽ ഈ ആക്രമണത്തിന് ഇരയായിട്ടുള്ള വൈദികരുമായിട്ട് അവർ സംസാരിച്ചിരുന്നു. മാത്രമല്ല, ഈ നാളെ ഇത് സംബന്ധിച്ച് വിശദമായിട്ടൊരു കുറിപ്പ്, ഒരു വാർത്താക്കുറിപ്പ് ഇറക്കാമെന്നും CBC ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. മതപരിവർത്തനം ആരോപിച്ച് 2 വൈദികരെയും ഒരു കന്യാസ്ത്രീകൾ ഉൾപ്പെടുന്ന ഒരു സംഘത്തെയാണ് ബജരംഗദൾ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു എന്ന പരാതി ഉയരുന്നത്. ഇത് ഒഡീഷയിലെ ജലേശ്വറിൽ ഇന്നലെ രാത്രി 9 മണിക്ക് ശേഷമാണ് സംഭവിച്ചത്. അതിൽ കൂടുതൽ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. CBCയുടെ ഒരു മറുപടി നാളെ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് സഭാ നേതൃത്വം അറിയിക്കുന്നത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഇലക്ഷൻ കമ്മീഷൻ അട്ടിമറിക്കുന്നു എന്ന ഗുരുതര ആരോപണവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയാണ് BJP വിജയിച്ചത്. മഹാരാഷ്ട്ര, കർണാടക, ഹരിയാന തെരഞ്ഞെടുപ്പുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം. അതേസമയം ആരോപണത്തിന് തെളിവുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. കോൺഗ്രസ് ജയിക്കുന്ന സ്ഥലങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് പരാതിയില്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് BJP ചോദിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഏറെ നാളായി ഏറ്റുമുട്ടലിലായിരുന്ന രാഹുൽ പൊട്ടിച്ച ബോംബാണ് വോട്ടർ പട്ടിക അട്ടിമറി. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന മഹാരാഷ്ട്ര, ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും BJPയുമായി ചേർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയെന്ന് രാഹുൽ. Duplicate voters, one voter appearing multiple times on the voter list, fake and invalid addresses, 1 लाख फेक वोटर एक असेंबली में. पॉइंट ये नहीं है कि BJP जीत रही है, कांग्रेस हार रही है. पॉइंट है कि here there is clear proof, 100% proof. മഹാരാഷ്ട്രയിൽ 40 ലക്ഷം ദുരൂഹ വോട്ടർമാരുണ്ടായിരുന്നു. 5 മണി കഴിഞ്ഞപ്പോൾ പോളിംഗ് പലയിടത്തും അസാധാരണമായി കുതിച്ചുയർന്നു. രേഖകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നശിപ്പിച്ചെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. EVM വിവരങ്ങൾ പുറത്തുവിടാത്തത് കള്ളം പൊളിയുമെന്ന പേടികൊണ്ടാണെന്നും രാഹുൽ പറഞ്ഞു. നാളെ കർണാടകയിൽ കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് മറുപടിയുമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തി. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നത്. ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ ഇന്ന് തന്നെ തെളിവുകൾ ഹാജരാക്കണമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ജയിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ ആരോപണമില്ലല്ലോ എന്നായിരുന്നു BJPയുടെ ചോദ്യം. 24 ഡൽഹി. മേഘവിസ്ഫോടനമുണ്ടായ ഉത്തരാഖണ്ഡിലെ ദരാലിയിൽ രക്ഷാദൗത്യം ദുഷ്കരമാണ്. തകർന്ന റോഡുകളും മോശം കാലാവസ്ഥയുമാണ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നത്. ഇതുവരെ 190 പേരെ രക്ഷപ്പെടുത്തിയെന്നാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചത്. അതിനിടെ ഗംഗോത്രി ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. ഉത്തരാഖണ്ഡിലെ ദരാലിയിൽ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് ഇപ്പോഴും പറയാനാകില്ല എന്ന് ദുരന്തത്തെക്കുറിച്ചുള്ള ആദ്യ വിവരങ്ങൾ പുറം ലോകത്തെ അറിയിച്ച രാജേഷ് റാവത്ത് 24നോട് പറഞ്ഞു. सर 5 तारीख को जो ये घटना हुई थी 5 तारीख को, और धराली नामक स्थान है जहाँ पे है जो खीर गंगा नामक जो नदी है जिसने जो विकराट रूप लिया है और एक बाढ़ का रूप लिया है, जिस कारण जो धराली बाजार और धराली जो गांव है
पूरा है जो मलबे की चपेट में आया है, जिस कारण है जो पूरे जो भवन है वो पूरे हैं जो मलबे में आ चुके हैं। और वहाँ पे जो भी लोग जो स्थानीय लोग थे 10 से 12 स्थानीय लोग और जो टूरिस्ट एंड जो लेबर वगैरह थे वर्कर्स वो है जो उसमें भी दबे हैं। पर पूरा आकलन नहीं कर सकते हम कि कितने लोग हैं, लेकिन बाकी प्रशासन द्वारा जो युद्ध स्तर पे और सर्च एंड रेस्क्यू गतिमान है। दूरसंचार के माध्यम से जो हमें अवगत करवाया गया था धराली के ठीक सामने मुखबा के ठीक सामने धराली है, तो मुखबा से शास्त्री जी ने हमें अवगत करवाया, तो तत्काल हमारे द्वारा जिला प्रशासन को अवगत करवाया गया था और तत्काल मौके पे SDRF की टीम जिला प्रशासन मौके पे पहुंचा और राहत बचाव कार्य है जो युद्ध स्तर पे गतिमान है अभी तक भी। ബൽറാം നെടുങ്ങാടി ധരാലിയിൽ നിന്ന് വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. ബൽറാം, ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഇന്ന് രാത്രിയോ നാളെയോ ഒക്കെ ആയിട്ട് പൂർത്തിയാകും. അത് പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങിയാൽ മാത്രമേ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്താൻ കഴിയൂ. അല്ലെങ്കിൽ ഈ വ്യോമമാർഗം ആളുകളെ കൊണ്ടുചെന്നിറക്കുക മാത്രമാണ് ഇപ്പോൾ സാധ്യമാകുന്നത്. എന്താണ് ഒരു ഗ്രൗണ്ട് റിയാലിറ്റി, ഗ്രൗണ്ട് റിപ്പോർട്ട് എന്താണ് ബൽറാം? വിജയകുമാർ, ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം ഇന്ന് വൈകിട്ടോടുകൂടി ആരംഭിച്ചിരുന്നു. അതിനാവശ്യമായ സാമഗ്രികൾ ഏതാണ്ട് ആദ്യഘട്ടത്തിൽ ആവശ്യമായ സാമഗ്രികൾ അവിടെ എത്തിച്ചു കഴിഞ്ഞിരുന്നു. പ്രദേശം വൃത്തിയാക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ആ നിർമ്മാണത്തിന് ഏറ്റവും വലിയ തടസ്സമായിരിക്കുന്നത് ബട്ട്വാടിയിൽ റോഡ് തകർന്ന രണ്ടിടങ്ങളിൽ അത് പുനർനിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു. അവിടെ വലിയൊരു പാറക്കല്ല് വീണ് ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 8:15 കൂടിയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. അതിൽ നിന്നും ഒരു ബൈക്ക് യാത്രികൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇപ്പോഴും അവിടെ നിന്നും ആ കല്ല് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നിരവധി വാഹനങ്ങൾ ഏതാണ്ട് 5 ട്രക്ക് ഈ ബെയിലി പാലത്തിന് നിർമ്മാണത്തിനായി എത്തിച്ച സാമഗ്രികൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഇതിലൂടെ ഉണ്ടായിരിക്കുകയാണ്. ആ കല്ല് മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഇവിടേക്ക് JCBകൾ അടക്കമുള്ള യന്ത്രങ്ങളും പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ ഈ ഒരു ഗതാഗത തടസ്സം പുനഃസ്ഥാപിച്ചാൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. നാളെ വൈകിട്ടോടെ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് BRO പങ്കുവയ്ക്കുന്നത്. അതിനാവശ്യമായ മറ്റ് തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഈ ഒരു ഗംഗോത്രി പാതയുടെ നിർമ്മാണം അല്ലെങ്കിൽ അതിൽ തകർന്ന ഭാഗത്ത് ഗതാഗതയോഗ്യമാക്കിയെങ്കിൽ മാത്രമായിരിക്കും പൂർണ്ണതോതിൽ രക്ഷാപ്രവർത്തകരെയും രക്ഷാപ്രവർത്തനത്തിനുള്ള സാമഗ്രികളും ഒപ്പം തന്നെ സഹായ വസ്തുക്കളും ഈ പ്രദേശത്തേക്ക് എത്തിക്കാൻ കഴിയുക. നിലവിലിപ്പോൾ ഏതാണ്ട് 200ഓളം രക്ഷാപ്രവർത്തകർ മാത്രമാണ് ഇപ്പോഴും ആ പ്രദേശത്ത് എത്തിക്കാനായിട്ടുള്ളൂ എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന കണക്കുകളും വ്യക്തമാക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 2 ടീമുകൾ പ്രദേശത്തെത്തിയതായി NDRF അറിയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കേണ്ടതുണ്ട്. ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി അത് പുറത്തുവന്ന ചിത്രങ്ങളിലൂടെ വ്യക്തമാണ്. അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിനായി കൂടുതൽ ആളുകളെ എത്തിക്കാൻ ഈ റോഡ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. വിജയകുമാർ, യെസ്, അവിടെ ഭഗീരഥി നദിയിലേക്ക് വലിയ ജലപ്രവാഹം നമ്മൾ ഈ ഏറ്റവും പുതിയ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഇപ്പോഴും അതിശക്തമായി വെള്ളം അങ്ങനെ കുത്തി ഒഴുകുകയാണ്. അവിടെ റോഡുകൾ മുഴുവൻ തകർന്ന് അവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം. യഥാർത്ഥത്തിൽ അവിടുത്തെ ഈ ദുരന്തത്തിൻ്റെ ഒരു പൂർണ്ണ ചിത്രം ലോകത്തിന് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നതാണ് വസ്തുത. കാരണം അവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് നാട്ടുകാർക്കൊന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ഈ ബെയിലി പാലം പൂർത്തിയായി ഒരു 24 മണിക്കൂർ കൂടി കഴിഞ്ഞാലേ ഒരു പൂർണ്ണതോതിൽ രക്ഷാപ്രവർത്തകർക്ക് അവിടെ എത്തി എന്താണ് അവിടെ സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ തന്നെ ശേഖരിക്കാൻ കഴിയും. ബൽറാമാണ് ആ വിവരങ്ങൾ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നൽകിയത് ധരാലിയിൽ നിന്ന്. പരാതികൾ ഒഴിവാക്കാൻ ജംബോ കോർ കമ്മിറ്റിയുമായി BJP. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, രാജ്യസഭാ MP C സദാനന്ദൻ, ഷോൺ ജോർജ് എന്നിവരുൾപ്പെടെ 22 പേരടങ്ങുന്നതാണ് സംസ്ഥാന കോർ കമ്മിറ്റി. ഒഴിവാക്കിയ CK പത്മനാഭനെ അതൃപ്തി അറിയിച്ചതിനെ തുടർന്ന് 2 മണിക്കൂറിനുള്ളിൽ വീണ്ടും കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. കന്യാസ്ത്രീ വിഷയത്തിലെ ഭിന്നതകൾക്കിടെ സംഘപരിവാർ മുറിവുണക്കാൻ തീവ്ര ശ്രമവുമായി BJP. ക്രൈസ്തവ വിരുദ്ധ നിലപാട് സ്വീകരിച്ച ഉപാധ്യക്ഷൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ കോഡിലും വക്താക്കളുടെ പട്ടികയിൽ നിന്നും പുറത്തായി. 24 എക്സ്ക്ലൂസീവ്. ഭാരവാഹി നിർണയത്തിൽ V മുരളീധര K സുരേന്ദ്ര പക്ഷത്തെ വെട്ടിനിരത്തിയതിനു പഴികേട്ട രാജീവ് ചന്ദ്രശേഖർ പരാതികൾ ഒഴിവാക്കുന്നതിന് കണ്ടെത്തിയ ഫോർമുല. ചരിത്രത്തിലാദ്യമായി സംസ്ഥാന BJPക്ക് 22 പേരടങ്ങുന്ന ജംബോ കോർ കമ്മിറ്റി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് പുറമെ O രാജഗോപാൽ ഒഴികെയുള്ള മുൻ അധ്യക്ഷന്മാരും മലയാളി കേന്ദ്രമന്ത്രിമാരും പട്ടികയിൽ ഉൾപ്പെട്ടു. രാജ്യസഭാ MP C സദാനന്ദൻ, ദേശീയ ഭാരവാഹികളായ AP അബ്ദുള്ളക്കുട്ടി, അനിൽ ആന്റണി എന്നിവരും ജനറൽ സെക്രട്ടറിമാരായ ശോഭ സുരേന്ദ്രൻ,
MT രമേശ്, S സുരേഷ്, അനൂപ് ആന്റണി ഒപ്പം 7 ഉപാധ്യക്ഷന്മാരെയും കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. ഇതിൽ V മുരളീധര പക്ഷത്തെ C കൃഷ്ണകുമാറും P സുധീറും ഉൾപ്പെടുന്നു. KS രാധാകൃഷ്ണൻ, R ശ്രീലേഖ, ഡോക്ടർ അബ്ദുൾ സലാം എന്നീ വൈസ് പ്രസിഡന്റുമാരെ കോറിൽ ഉൾപ്പെടുത്തിയില്ല. കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ കർശന നിലപാട് സ്വീകരിക്കുമെന്ന മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭന്റെ മുന്നറിയിപ്പിന് പിന്നാലെ 2-ാം മണിക്കൂറിൽ CK പത്മനാഭനെ ഉൾപ്പെടുത്തി പുതിയ കോർ കമ്മിറ്റി പട്ടിക പുറത്തിറക്കി. അതേസമയം മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ഭിന്നത നിലനിൽക്കെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് RSS നേതാക്കളെ നേരിൽ കണ്ടു. ഇന്നലെ ഹിന്ദു ഐക്യവേദി BMS നേതാക്കളുമായും രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കന്യാസ്ത്രീ വിഷയത്തിൽ ക്രൈസ്തവ സഭാവിരുദ്ധ നിലപാട് സ്വീകരിച്ച വൈസ് പ്രസിഡന്റ് ഡോക്ടർ KS രാധാകൃഷ്ണനെ കോർ കമ്മിറ്റിക്ക് പുറമെ വക്താക്കളുടെ പട്ടികയിൽ നിന്നും പുറത്താക്കി. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ഡൽഹിയിലെ മാരത്തോൺ ചർച്ചയിലും KPCC പുനഃസംഘടനയിൽ സമവായമായില്ല. KPCC അധ്യക്ഷൻ നാളെയും ഡൽഹിയിൽ തുടരും. മറ്റുള്ള നേതാക്കൾ ഇന്നത്തോടെ ഡൽഹിയിൽ നിന്ന് മടങ്ങും. കേരളത്തിലെത്തിയ ശേഷവും തുടർ ചർച്ചകൾ നടക്കും. 3 ദിവസം നീണ്ട മാരത്തൺ ചർച്ച, സമവായ നീക്കങ്ങൾ, സമ്മർദ്ദതന്ത്രം. എന്നിട്ടും KPCC പുനഃസംഘടനയിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ അഭിപ്രായ സമന്വയത്തിലെത്തിയില്ല. DCC അധ്യക്ഷന്മാരുടെ കാര്യത്തിലാണ് രൂക്ഷമായ തർക്കം. ആർക്കും ഇളവ് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള രമേശ് ചെന്നിത്തലയുടെ കടുംപിടുത്തം പ്രതിസന്ധിയാണ്. ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശനും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. എല്ലാ നേതാക്കളെയും നേരിട്ടും കൂട്ടമായും സണ്ണി ജോസഫ് പലതവണ കണ്ടു. ചർച്ചകൾ തുടരുമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. പ്രിയങ്ക ജി ഒഴിച്ചുള്ള എല്ലാ MP മാരുമായിട്ട് 1-2 തവണ ആശയവിനിമയം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇനി കേരളത്തിലേക്ക് തന്നെ മടങ്ങി അവിടെയുള്ള നേതാക്കന്മാർ, അത് സംസ്ഥാന നേതാക്കന്മാരുണ്ട്, MLA മാരുണ്ട്, DC പ്രസിഡന്റുമാരുണ്ട്, അവരെല്ലാവരുമായിട്ടും കേരളത്തിൽ തന്നെ ഒന്നുകൂടി ചർച്ച നടത്തി ഉചിതമായിട്ടുള്ള തീരുമാനം തക്ക സമയത്ത് നടത്തും. ചർച്ചകൾ വിജയകരമായിരുന്നോ അതോ പരാജയമാണോ? ഒരു തരത്തിലും ഒരു പരാജയവുമില്ല. വളരെ വിജയകരമായിട്ടുള്ള ചർച്ചകളാണ്. അതിനിയും ഡൽഹിയിൽ എപ്പോഴും വരാമല്ലോ. അത് ഇനിയും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന. ദീപാദാസ് മുൻഷിയും KC വേണുഗോപാലും അനുനയ ശ്രമത്തിന് മുൻകൈ എടുക്കുന്നുണ്ട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നാളെ ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി ചർച്ച നടത്തും. പുതിയ DCC അധ്യക്ഷന്മാർ, KPCC ട്രഷറർ, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ തുടങ്ങി 140-ലധികം പുതിയ ഭാരവാഹികളെയാകും പ്രഖ്യാപിക്കുക. ജംബോ കമ്മിറ്റിയാകും പുറത്തുവരികയെന്ന് ഉറപ്പായി. നാളെ കേരളത്തിലെത്തുന്ന നേതാക്കൾ സംസ്ഥാനത്ത് ചർച്ച തുടരും. ഈ മാസം 10-ന് തന്നെ പട്ടിക പ്രഖ്യാപിക്കണമെന്ന അന്ത്യശാസനം ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട്. 24, തിരുവനന്തപുരം. ഒഡീഷയിലെ ഈ ബജ്രംഗ് ദൾ ആക്രമണത്തിൽ ഇപ്പോൾ സിറോ മലബാർ സഭയുടെ ഒരു പ്രതിഷേധ കുറിപ്പ് വന്നിട്ടുണ്ട്. അതിൽ ഈ ബാലസോർ രൂപതയുടെ കീഴിലുള്ള വൈദികരായ ഫാദർ ലിജോ നിരപ്പേൽ, ഫാദർ V ജോജോ എന്നിവർക്ക് പരിക്കേറ്റു എന്ന് സിറോ മലബാർ സഭ ഈ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. ഈ ബുധനാഴ്ച വൈകുന്നേരം ഗംഗാധർ മിഷന്റെ കീഴിലുള്ള പള്ളിയിൽ മരിച്ചവർക്കായുള്ള കുർബാന അർപ്പിക്കാനാണ് ഈ വൈദികരും കന്യാസ്ത്രീകളും അവിടെ എത്തിയത്. ആ സമയത്താണ്, ആരാധന നടക്കുന്ന സമയത്താണ് 70ഓളം വരുന്ന ബജ്രംഗ് ദൾ പ്രവർത്തകർ പള്ളിക്കുള്ളിലേക്ക് ഇരച്ചു കയറി വൈദികരെയും ഒക്കെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയും സഹായികളെയും ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് സിറോ മലബാർ സഭ ആരോപിക്കുന്നത്. ഒഡീഷ BJP ആണ് ഭരിക്കുന്നത് എന്നോർക്കണം എന്നൊക്കെ ഈ വന്നവർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എന്നും വളരെ വിശദമായി ഈ വാർത്താക്കുറിപ്പിൽ സിറോ മലബാർ സഭയുടെ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. ഫാദർ ടോം ഓലിക്കരോട്, സിറോ മലബാർ സഭ PRO ആണ് ഈ വാർത്താക്കുറിപ്പ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ചുങ്കപ്രഹരത്തിന് വഴങ്ങില്ല എന്ന് വ്യക്തമാക്കി ഇന്ത്യ. രാജ്യ താൽപര്യം സംരക്ഷിക്കാൻ എന്ത് പ്രത്യാഘാതവും നേരിടാൻ തയ്യാറെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഈ മാസം അവസാനം ഇന്ത്യയിലെത്തും. അതിനിടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി കുറച്ച് ഇന്ത്യൻ വിപണിയെ ലക്ഷ്യമിടാൻ വസ്ത്രനിർമ്മാതാക്കളായ കിറ്റക്സ് തീരുമാനിച്ചു. റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ ചുങ്കപ്രഹരത്തിൽ ഇന്ത്യ വീഴില്ല. നിലപാട് വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി. വ്യക്തിഗത रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी, लेकिन मैं इसके लिए तैयार हूं. मेरे देश के किसानों के लिए, मेरे देश के मछुआरों के लिए, मेरे देश के पशुपालकों के लिए आज भारत तैयार है. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തുന്ന കാര്യം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് അറിയിച്ചത്. 7 വർഷത്തിനു ശേഷം നരേന്ദ്രമോദി ചൈന സന്ദർശനത്തിനും ഒരുങ്ങുകയാണ്. അതിനിടെ അമേരിക്കയിലേക്ക് കുട്ടികളുടെ വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ മുൻനിരയിലുള്ള കിറ്റക്സ് ചുങ്കപ്രഹരത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിപണിയിലേക്ക് ലിറ്റിൽ സ്റ്റാർ വസ്ത്രങ്ങൾ എത്തിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയിലെ മാർക്കറ്റ് മാത്രം എടുത്താൽ തന്നെ ഇന്ത്യക്ക് നിലനിൽക്കാനായിട്ടുള്ള സാഹചര്യം ഒന്നുണ്ട്. UK എക്സ്പോർട്ടിന് 0% ഡ്യൂട്ടിയിലാണ് ഇപ്പോഴത്തെ ട്രേഡ് അഗ്രിമെൻറ്റ് വന്നിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ അമേരിക്കയിലേക്ക്
എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു ഭാഗം UK മാറാനായിട്ടുള്ള സാഹചര്യമുണ്ട്. ട്രംപിന്റെ നിലപാടിനെ പ്രതിപക്ഷവും ചോദ്യം ചെയ്തു. ലോക്സഭയിൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. ന്യൂസ് ഡെസ്ക് 24. അശ്ലീല ചിത്രത്തിലൂടെ പണം സമ്പാദിച്ചെന്ന നടി ശ്വേതാ മേനോനെതിരായ കേസിലെ തുടർ നടപടികൾക്ക് സ്റ്റേ. ശ്വേതാ മേനോന്റെ വാദങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി വ്യക്തമാക്കി. ചലച്ചിത്ര സംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉയർന്ന പരാതിക്കും കേസിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന ആരോപണവും ശക്തമാണ്. തെളിവില്ലാതെയും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളിലെ അന്വേഷണ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ശ്വേതാ മേനോൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ശ്വേതാ മേനോന്റെ വാദങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. തുടർ നടപടികൾ സ്റ്റേ ചെയ്ത ഹൈക്കോടതി മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും റിപ്പോർട്ട് തേടി. ഈ മാസം 15-ന് അമ്മയിൽ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ശ്വേതാ മേനോനെതിരെ പരാതിയും കേസും. ഇതിൽ ദുരൂഹതയുണ്ടെന്നാണ് ആക്ഷേപം. എനിക്കത് ഭയങ്കര കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത്. അത് ഭയങ്കര അനാവശ്യകാര്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇത്തരത്തിൽ വന്നിട്ട് ഒരു അഭിനേതാവിനെ കരിവേരി തേക്കാനായിട്ട് വരുന്ന ഇത്തരം ആൾക്കാർക്കെതിരെ എന്ത് നടപടി എടുക്കും എന്നുള്ളത് ഈ ഫിലിം പോളിസിയിൽ ശരിക്കും വരേണ്ടതാണ്. പരാതിക്ക് പിന്നിൽ സംഘടനയിലെ ആരുമില്ലെന്ന് ശ്വേതാ മേനോന്റെ എതിർ സ്ഥാനാർത്ഥി ദേവൻ. ഒരു കാര്യം ഞാൻ വളരെ സ്പഷ്ടമായിട്ട് പറയാം. ശ്വേതാ മേനോനെ കരുവാക്കിക്കൊണ്ട് അമ്മയെ തകർക്കാൻ ശ്രമിച്ചാൽ അമ്മ ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കും. അതിന് സംശയമൊന്നും വേണ്ട. ആരോപണങ്ങളിൽ പരിശോധന നടത്തുമെന്നാണ് പോലീസ് വിശദീകരണം. ശ്വേതാ മേനോനെതിരായ കേസിലെ പരാതിക്കാരൻ മാർട്ടിൻ മേനാച്ചേരിക്കെതിരെ സിനിമാ നിരൂപകനായ സുധീഷ് പാറയിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 24 കൊച്ചി. നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. നിലവിലെ ജനറൽ സെക്രട്ടറി B രാകേഷും സജി നന്ദ്യാട്ടുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. 20-അംഗ ഭാരവാഹി സ്ഥാനത്തേക്ക് 39 പേർ മത്സര രംഗത്തുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നൽകി പത്രിക തള്ളിയതിൽ സാന്ദ്ര തോമസ് നൽകിയ ഹർജി കോടതിയുടെ പരിഗണനയിലാണ്. ഈ മാസം 14-നാണ് തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിലേക്ക്. കൊച്ചിയിൽ ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി കുഴിച്ച കുഴിയിൽ വീണ്ടും അപകടം. കാഞ്ഞൂരിൽ ബൈക്കിലെത്തിയ യുവാവിന് വീണു പരിക്കേറ്റു. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുഴിച്ച കുഴിയിലാണ് യുവാവ് വീണത്. സൂര്യശ്രീ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും. സൂര്യശ്രീ, എപ്പോഴായിരുന്നു ഈ അപകടം? ഈ യുവാവിന് ഗുരുതരമായ പരിക്കുണ്ടോ? എറണാകുളം കാഞ്ഞൂരിൽ ഇന്ന് വൈകുന്നേരത്തോടെയായിരുന്നു അപകടം. ജൽജീവൻ മിഷനു വേണ്ടി കുഴിച്ചിട്ട കുഴിയിൽ വീണാണ് ഇത്തരത്തിൽ യുവാവിന് അപകടം പറ്റിയത്. യുവാവിന് സാരമായ പരിക്കുകളില്ല. എങ്കിൽ പോലും ഈ ഒരു കുഴിയിൽ ഇത് രണ്ടാമത്തെ അപകടമാണ്. ഈ രണ്ടാഴ്ചക്കിടെ ഇത് രണ്ടാമത്തെ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലും ഇതേ സ്ഥലത്ത് തന്നെ ബൈക്ക് യാത്രികനായ ഒരു യുവാവ് വീണ് അദ്ദേഹത്തിന് സാരമായ പരിക്കുകളൊക്കെ പറ്റിയിരുന്നു. എന്നിട്ടും നിലവിലും ഈ കുഴി മൂടുകയോ യാതൊരു പ്രവൃത്തിയും നടത്താത്തതിനെതിരെ പ്രദേശവാസികളൊക്കെ തന്നെ നിരന്തരം പരാതികൾ നൽകുകയും പ്രതിഷേധവും ഒക്കെ നടത്തിയിരുന്നു. എന്നിട്ടും നിലവിലും ഇപ്പോൾ അപകടമായ ഒരു രീതിയിൽ തന്നെയാണ് ഈ കുഴി നിൽക്കുന്നതെന്ന് പറയാം. കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിന് മുന്നിലുള്ള കുഴിയിലാണ് ഇന്ന് ഇത്തരത്തിൽ ഒരു ബൈക്ക് യാത്രികനായ യുവാവ് വീണിരിക്കുന്നത്. ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ റോഡുകളെല്ലാം തന്നെ ഇത്തരത്തിൽ പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇത് വലിയ രീതിയിൽ കാൽനട യാത്രക്കാർക്കും ഇരുചക്രവാഹന യാത്രികർക്കും ഒക്കെ തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഇവർ പലതരത്തിൽ അധികാരികളോട് ഇത്തരത്തിൽ ഈ യാത്രാ ക്ലേശം ഒക്കെ ചൂണ്ടിക്കാണിച്ചതിനൊരു പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നൊക്കെ തന്നെ വലിയ രീതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇതുവരെയും അധികാരികളുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്നാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. കാരണം ഇത്തരത്തിൽ ഈ പ്രദേശത്ത് അപകടങ്ങൾ പതിവാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ രണ്ടാഴ്ചക്കിടെ 2 അപകടമാണ് ഇത്തരത്തിൽ ഈ ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് കുഴിച്ച കുഴിയിൽ വീണ് ഉണ്ടായിരിക്കുന്നത്. വിജയകുമാർ. യെസ്, തുടർച്ചയായി ഈ മേഖലയിൽ അപകടം ഉണ്ടാകുന്നു, അതിൽ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ അപകടവും നേരത്തെ നൽകിയ മുന്നറിയിപ്പുകൾ പാലിക്കാത്തതുകൊണ്ട് സംഭവിച്ചതാണ് എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുഴിച്ച കുഴിയിലാണ് ഈ യുവാവ് വീണത്. അവിടെ തുടർച്ചയായി ഈ കാഞ്ഞൂരിൽ ഈ മേഖലയിൽ അപകടങ്ങൾ സംഭവിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. സൂര്യശ്രീയാണ് വിവരങ്ങൾ നൽകി. 24 ബിഗ് ബ്രേക്കിംഗ്. അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഖജനാവിന് നഷ്ടമുണ്ടായിട്ടില്ല എന്ന കായിക മന്ത്രി V അബ്ദുറഹ്മാന്റെ വാദം പൊളിയുന്നു. മന്ത്രിയുടെ സ്പെയിൻ സന്ദർശനത്തിന് മാത്രം ചെലവായത് 13 ലക്ഷത്തിലധികം രൂപയാണ്. ഇത് തെളിയിക്കുന്ന വിവരാവകാശ രേഖ 24-ന് ലഭിച്ചു. അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ചെലവുകളെല്ലാം നോക്കുന്നത് സ്പോൺസർ എന്നും സർക്കാരിന് നഷ്ടമില്ലെന്നുമായിരുന്നു കായിക മന്ത്രി V അബ്ദുറഹ്മാന്റെ നിലപാട്. എന്നാൽ മിഷൻ മെസ്സിയുമായി ബന്ധപ്പെട്ട സർക്കാരിനും നഷ്ടമുണ്ടായെന്നാണ് വിവരാവകാശ രേഖ തെളിയിക്കുന്നത്.
2024 സെപ്റ്റംബറിലായിരുന്നു അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായുള്ള ചർച്ചയ്ക്കെന്ന പേരിൽ മന്ത്രിയുടെയും കായിക വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെയും സ്പെയിൻ സന്ദർശനം. ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നെന്നും ഉടൻ AFA പ്രതിനിധികൾ കേരളത്തിലെത്തുമെന്നും മന്ത്രി തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചു. എന്നാൽ AFA ആസ്ഥാനമുള്ള ബ്യൂണസ് അയേഴ്സിൽ പോകുന്നതിന് പകരം എന്തിന് മന്ത്രി സ്പെയിനിൽ പോയെന്നും ആരുമായിട്ടാണ് ചർച്ചകൾ നടത്തിയെന്നതിന്റെ വിശദാംശങ്ങൾ ഇല്ലെന്നുമെന്ന ചോദ്യങ്ങൾ അന്ന് തന്നെ ഉയർന്നിരുന്നു. ഇങ്ങനെ ദുരൂഹതകൾ ഏറെ ബാക്കിയാക്കിയ സ്പെയിൻ യാത്രയ്ക്ക് 13,04,434 രൂപ സർക്കാരിന് ചെലവായെന്നാണ് കായിക വകുപ്പ് തന്നെ സമ്മതിക്കുന്നത്. കായിക വികസന നിധിയിൽ നിന്നാണ് ഈ പണം അനുവദിച്ചതെന്നും രേഖയിലുണ്ട്. 13 ലക്ഷം സർക്കാർ നഷ്ടങ്ങളുടെ നീണ്ട ലിസ്റ്റിലെ ആദ്യത്തേതു മാത്രമെന്നും വിമർശനങ്ങളുണ്ട്. അനിൽ വാസുദേവ്, സ്പോർട്സ് ഡെസ്ക്, 24. നേതാക്കൾ ജോത്സ്യനെ കാണാൻ പോകുന്നതിൽ CPM സംസ്ഥാന സമിതിയിൽ വിമർശനം. പാർട്ടി നേതാക്കൾ ജോത്സ്യനെ കാണാൻ പോകുന്നത് എന്ത് രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നായിരുന്നു കണ്ണൂരിൽ നിന്നുള്ള ഒരു മുതിർന്ന നേതാവിന്റെ ചോദ്യം. നേതാക്കളുടെ ഇത്തരം നടപടികൾ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നും സംസ്ഥാന സമിതി അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആരുടെയും പേര് പറയാതെയായിരുന്നു വിമർശനം. 24 ബിഗ് ബ്രേക്ക്. ഇന്ന് നടന്ന സംസ്ഥാന സമിതി യോഗത്തിലെ ചർച്ചയ്ക്കിടയിലാണ് മുതിർന്ന നേതാവ് ജ്യോതിഷ പണ്ഡിതനെ കാണാൻ പോയതിൽ വിമർശനം ഉയർന്നത്. കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവ് ഉന്നയിച്ച വിമർശനം സംസ്ഥാന സമിതിയെ അമ്പരപ്പിച്ചു. ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് ഏറെക്കുറെ വ്യക്തമായിരുന്നെങ്കിലും നേതാവ് ആരുടെയും പേര് പരാമർശിച്ചില്ല. അടിക്കടി നേതാവ് ജോത്സ്യനെ കാണാൻ പോകുന്നത് എന്ത് രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നായിരുന്നു കണ്ണൂർ നേതാവിന്റെ ചോദ്യം. നേതാക്കളുടെ ഇത്തരം നടപടികൾ പാർട്ടിക്ക് പേരുദോഷമുണ്ടാക്കുമെന്നും ഓർമ്മപ്പെടുത്തൽ. പാർട്ടിയുടെ സൽപ്പേരിനെ കരുതി നേതാക്കൾ ഇത്തരം നടപടികളിൽ നിന്ന് പിന്മാറണമെന്നും കണ്ണൂരിൽ നിന്നുള്ള നേതാവ് ആവശ്യപ്പെട്ടു. പാർട്ടിയുടെ ഒരു പ്രധാന നേതാവ് പയ്യന്നൂരിൽ ഉള്ള പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനെ കാണാൻ പോയത് സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. ജ്യോതിഷ പണ്ഡിതനൊപ്പമുള്ള നേതാവിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. പാലക്കാട് പ്ലീനം അംഗീകരിച്ച റിപ്പോർട്ടിൽ പാർട്ടി നേതാക്കളും പ്രവർത്തകരും അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെടരുതെന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം മുതിർന്ന നേതാക്കൾ തന്നെ ലംഘിക്കുന്നതിൽ പാർട്ടിക്കകത്ത് വലിയ മുറുമുറുപ്പ് ഉണ്ടായിരുന്നു. ഇതാണ് ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ കണ്ണൂരിലെ നേതാവിലൂടെ പുറത്തു വന്നത്. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ബലാത്സംഗം ചെയ്തെന്ന അമ്മയുടെ പരാതിയിൽ എറണാകുളം ആലുവയിൽ മകൻ അറസ്റ്റിൽ. 23-കാരനായ മകന്റെ പീഡനം സഹിക്കവയ്യാതെയാണ് പരാതിപ്പെട്ടതെന്ന് അമ്മ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി അമ്മ പരാതി നൽകുകയായിരുന്നു. എറണാകുളം ആലുവയിലാണ് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന സംഭവം. മധ്യവയസ്കയായ അമ്മയെ 23 വയസ്സുകാരനായ മകൻ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നാണ് പരാതി. അമ്മ നേരിട്ട് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. മകൻ ഉപദ്രവിക്കുന്നത് പതിവാണെന്നും സഹിക്കാനാവാതെയാണ് പോലീസിനെ സമീപിച്ചതെന്നും അമ്മ പോലീസിനോട് പറഞ്ഞു. പ്രതി വീട്ടിലുള്ളപ്പോൾ അമ്മയുടെ നിലവിളി കേൾക്കുന്നത് പതിവാണെന്ന് നാട്ടുകാരും പോലീസിൽ മൊഴി നൽകി. 24 കൊച്ചി. കോട്ടയം ഏറ്റുമാനൂർ ജൈനമ്മ കൊലക്കേസിൽ പ്രതി സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി നീട്ടി നൽകി. ചേർത്തലയിലെ തിരോധാന കേസുകളിൽ സംശയനിഴലുള്ളതിനാൽ വിശദമായ ചോദ്യം ചെയ്യലിനാണ് സെബാസ്റ്റ്യനെ 6 ദിവസത്തേക്ക് കൂടി ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. അതേസമയം ബിന്ദു തിരോധാന കേസിൽ സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്ന് കാണാതായ ബിന്ദു പത്മനാഭന്റെ സഹോദരൻ പ്രവീൺ പറഞ്ഞു. 7 ദിവസത്തെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിച്ചതോടെയാണ് സെബാസ്റ്റ്യനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കിയത്. കൂടുതൽ ചോദ്യം ചെയ്യലിന് കസ്റ്റഡിയിൽ വേണമെന്ന ക്രൈംബ്രാഞ്ച് ആവശ്യം ഏറ്റുമാനൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചു. വൈദ്യസഹായം ലഭിക്കുന്നുണ്ടെന്നും പോലീസ് ഉപദ്രവിച്ചിട്ടില്ലെന്നും സെബാസ്റ്റ്യൻ കോടതിയിൽ പറഞ്ഞു. അഭിഭാഷകനെ നിയമിക്കാൻ കുടുംബത്തെ ബന്ധപ്പെടാൻ അനുവദിക്കണമെന്നും സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു. ഇത് കോടതി അംഗീകരിച്ചു. കുറ്റസമ്മതം നടത്തുന്നില്ലെങ്കിലും സെബാസ്റ്റ്യനെതിരെ വ്യക്തമായ തെളിവുകളുണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. സെബാസ്റ്റ്യന്റെ ഭാര്യയെ ഇന്നും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ആദ്യമൊന്നും പ്രതികരിക്കാതിരുന്ന സെബാസ്റ്റ്യൻ ഇപ്പോൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അതേസമയം ബിന്ദു തിരോധാന കേസിൽ സെബാസ്റ്റ്യന് വ്യക്തമായ പങ്കുണ്ടെന്ന് ബിന്ദുവിന്റെ സഹോദരൻ പറഞ്ഞു. ആദ്യ ഭാഗങ്ങളിലുള്ള അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ, അത്ര കാര്യമായിട്ട് നടന്നില്ല. ആ പരാതിക്ക് FIR ഇടാൻ ചില സമയമെടുത്തു. ആ അന്വേഷണത്തിന് ഇച്ചിരി ലേറ്റ് വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശരിയാണ്. സെബാസ്റ്റ്യനായിട്ട് വസ്തുവിടപാടോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് അറിഞ്ഞു, ഈ വസ്തു മറിച്ചു വിറ്റത് വേറെ ലേഡി വെച്ച് മറിച്ചു വിറ്റത് അറിഞ്ഞു. അതതിനകത്ത് നമ്മൾ പറയുന്നു. സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ ഞാൻ പോകുന്നു. ബിന്ദുവിന്റെ സഹോദരന്റെ രക്തസാമ്പിളുകൾ വീണ്ടും DNA പരിശോധനയ്ക്കായി ശേഖരിച്ചു. ആദ്യ ചോദ്യം ചെയ്യലിൽ സെബാസ്റ്റ്യൻ നിഷേധിച്ച പല കാര്യങ്ങളിലും തെളിവുകൾ നിരത്തി വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം കൂടുതൽ സാക്ഷിമൊഴികളും തെളിവുകളും കണ്ടെത്തണം. എന്തായാലും ജൈനമ്മ തിരോധാന കേസിൽ ഈ 7 ദിവസം കൊണ്ട് നിർണായക നീക്കങ്ങൾ നടക്കുമെന്ന് തന്നെയാണ്
ലഭിക്കുന്ന വിവരം. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് വയനാട് തൃക്കൈപ്പറ്റയിൽ മുസ്ലിം ലീഗ് വാങ്ങിയ ഭൂമിയുടെ പേരിൽ വിവാദം. വിൽപ്പന നടത്തിയത് തൊട്ട ഭൂമി എന്നാണ് താലൂക്ക് ലാൻഡ് ബോർഡിന് ഉടമ നൽകിയ മൊഴി. നടന്നത് വൻ കൊള്ളയെന്ന് KT ജലീൽ MLA ആരോപിച്ചു. മേപ്പാടി പഞ്ചായത്തിൽ തൃക്കേപ്പറ്റ വില്ലേജിലെ 11.5 ഏക്കർ ഭൂമിയാണ് മുസ്ലിം ലീഗ് വാങ്ങിയത്. ഈ ഭൂമിയിലെ കാപ്പി തൈകളും മരങ്ങളും മാറ്റി നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനായിരുന്നു ശ്രമം. പരാതിയുടെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ ഭൂമിയുടെ ഘടന മാറ്റിയെന്ന് കാട്ടി താലൂക്ക് ലാൻഡ് ബോർഡിന് അറിയിപ്പ് നൽകി. രേഖകൾ ഹാജരാക്കാൻ ഉടമകൾക്ക് നിർദ്ദേശം ലഭിച്ചു. വിൽപ്പന നടത്തിയത് തോട്ടഭൂമി എന്നാണ് താലൂക്ക് ലാൻഡ് ബോർഡിന് ഉടമയുടെ മൊഴി. ഇതോടെ വീട് നിർമ്മാണം നിയമക്കുരുക്കിലേക്ക് നീങ്ങുകയാണ്. 105 വീടുകൾ ഇവിടെ നിർമ്മിക്കുമെന്നായിരുന്നു ലീഗിന്റെ പ്രഖ്യാപനം. പല ദുരന്തബാധിതരും ഇത് മുന്നിൽ കണ്ട് സർക്കാർ നൽകിയ 15 ലക്ഷം രൂപ കൈപ്പറ്റി മുസ്ലിം ലീഗിന്റെ വീടിന് അപേക്ഷ നൽകിയിരുന്നു. വിഷയം സർക്കാരിന് മുന്നിൽ എത്തിയിട്ടില്ലെന്നാണ് റവന്യൂ മന്ത്രി പ്രതികരിച്ചത്. നടന്നത് വൻ കൊള്ളയെന്ന് KT ജലീൽ MLA ആരോപിച്ചു. ആ ഭൂമിയിൽ ഒരു തരത്തിലുള്ള കൺസ്ട്രക്ഷനും നടക്കില്ല. അതിന്റെ അർത്ഥം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ദേശീയ ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെ ലീഗിന്റെ മുഴുവൻ ആളുകളും അറിഞ്ഞുകൊണ്ടാണ് ഈ പകൽക്കൊള്ള നടത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമാകും. ഈ മാസം 22-ന് ലാൻഡ് ബോർഡ് യോഗം ചേരുന്നുണ്ട്. ഇതിൽ വിഷയം ചർച്ചയാകും. ഭൂമിയുടെ തരംമാറ്റ ശ്രമം ഉൾപ്പെടെ മുൻനിർത്തി കേസ് രജിസ്റ്റർ ചെയ്യാനാണ് സാധ്യത. 24 വയനാട്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള സർക്കാർ പാർപ്പിട പദ്ധതിയായ പുനർഗേഹത്തിന്റെ താക്കോൽ ദാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. തിരുവനന്തപുരം മുട്ടത്രയിൽ നടന്ന ചടങ്ങിൽ 332 ഫ്ളാറ്റുകളുടെ താക്കോൽ മുഖ്യമന്ത്രി ഗുണഭോക്താക്കൾക്ക് കൈമാറി. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ പരിഗണന ലഭിക്കാതെയാണ് പദ്ധതി പൂർത്തിയാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 50 മീറ്റർ വേലിയേറ്റ പരിധിയിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിത പാർപ്പിടങ്ങൾ ഒരുക്കുന്ന സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ് പുനർഗേഹം. സംസ്ഥാന വ്യാപകമായി പൂർത്തിയാക്കുന്ന 1200 ഫ്ളാറ്റുകളിൽ ആദ്യഘട്ടത്തിന്റെ താക്കോൽ കൈമാറ്റം തിരുവനന്തപുരം മുട്ടത്രയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 332 ഫ്ളാറ്റുകൾ ഗുണഭോക്താക്കൾക്കു കൈമാറി. മത്സ്യത്തൊഴിലാളികൾ എല്ലാ ഘട്ടത്തിലും വലിയ തോതിൽ ദാരിദ്ര്യം വിട്ടുമാറാത്ത ഒരു തൊഴിലാളി വിഭാഗമാണ് എന്നത് നമുക്കെല്ലാം നല്ല ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക പരിഗണന മത്സ്യത്തൊഴിലാളികൾ അർഹിക്കുന്നു എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. നാടു പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ സഹോദരങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിനായി എടുത്തുചാടിയ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തു ചെയ്താലും അധികമാകില്ലെന്ന് മുഖ്യമന്ത്രിയുടെ പ്രശംസ. നാട് ജല പ്രതിസന്ധി നേരിടേണ്ടി വന്ന ഘട്ടത്തിൽ വലിയ തോതിൽ ഇടപെട്ട് സ്വന്തം ജീവനെ വകവെക്കാതെ തന്നെ സഹോദരങ്ങളുടെ സുരക്ഷയ്ക്കായി എടുത്തു ചാടിയ നമ്മുടെ നാടിൻ്റെ സ്വന്തം സൈന്യം എന്ന് ഈ സംസ്ഥാനം വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ എന്ത് ചെയ്താലും അത് കൂടുതലാവില്ല എന്ന ബോധ്യത്തിലാണ് സർക്കാരുള്ളത്. പാരിസ്ഥിതിക അനുമതി ലഭിക്കാത്തതു കാരണം ആദ്യഘട്ടത്തിൽ നിർമ്മാണം നടക്കാതിരുന്ന 468 ഫ്ളാറ്റുകളുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കും. അർഹരായ മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും ഫ്ളാറ്റുകൾ ലഭിക്കുമെന്ന് മന്ത്രി സജി ചെറിയാനും പറഞ്ഞു. ഉദ്ഘാടന വേദിക്കു സമീപം പ്രതീക്ഷ ഫ്ളാറ്റ് പരിസരത്ത് അർഹതപ്പെട്ടവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. 24 തിരുവനന്തപുരം. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.